NSSന്റെ നിലപാടിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു. ഒന്ന്, NSS നിലപാട് മാറ്റിയതാണോ അതോ സർക്കാരിൻ്റെ നിലപാട് മാറ്റിയപ്പോൾ അത് NSSന് യോജിക്കാൻ കഴിയുന്നതുകൊണ്ട് ഒപ്പം ചേർന്നതാണോ എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും പല വിധത്തിലാണ് NSSനെ പറ്റിയുള്ള ചർച്ച വരുന്നത്. സുകുമാരൻ നായർക്കെതിരായിട്ടുള്ള പ്രതിഷേധം വരുന്നുണ്ട്, സുകുമാരൻ നായരെ വിമർശിക്കുന്നുണ്ട്, മക്കൾക്കെതിരായിട്ടുള്ള പഴയ അഴിമതി ആരോപണങ്ങളും അടക്കമുള്ള കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും ഇതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ല, ഇപ്പോൾ നമ്മൾ ഈ മൊത്തത്തിലൊരു വിവാദം നോക്കുമ്പോൾ ഹിന്ദു സമാജത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളാണ് NSSും SNDP യോഗവും. NSSും SNDP യോഗവും ഒരേപോലെ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? CPMനെ സപ്പോർട്ട് ചെയ്യുന്നു. CPM ആണെങ്കിൽ ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണെന്നുള്ള ഒരു ഇമേജ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മയെ പോയി കാണുന്നു സജി ചെറിയാൻ എന്നിട്ട് അമ്മയെ നെറുകയിൽ ചുംബിക്കുന്നു. അത് വിവാദമാകുമ്പോൾ പറയുന്നു ഞാൻ എൻ്റെ അമ്മയെ കാണാനാണ് പോയതെന്ന് പറയുന്നു. അങ്ങനെ അമ്മയെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത് ഇവരാണേ. പണ്ട് TK ഹംസ അമ്മയെക്കുറിച്ചൊരു പരാമർശം നടത്തിയത് നിയമസഭാ രേഖയിൽ നീക്കം ചെയ്തു. ഹംസയുടെ വീട്ടിലേക്ക് BJP മാർച്ച് നടത്തി, വലിയ പ്രക്ഷോഭവും സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ ഉണ്ടായി. അപ്പോൾ മാതാ അമൃതാനന്ദമയിയെയും അമൃതാനന്ദമയി മഠത്തെയും ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ നിന്ന്, ഈ മതം മാറ്റ ലോബിയുടെ കൂടെ നിന്ന് ഇത്രയേറെ ആക്ഷേപിച്ച വേറൊരു പ്രസ്ഥാനമില്ല CPMനെ പോലെ. പക്ഷേ ഇപ്പോൾ അമ്മ ഞങ്ങളുടെ അമ്മയാണ്, പാർട്ടിയുടെ അമ്മയാണ് എന്ന തരത്തിലേക്ക് മാറുന്നു. NSSൻ്റെയും SNDPയുടെയും പിന്തുണ കിട്ടുന്നു. ഏത് കാര്യത്തിൽ? ശബരിമല കാര്യത്തിൽ ഞങ്ങൾ ചെയ്ത ഒരു തെറ്റ് തിരുത്തുന്നു. ഞങ്ങൾ ശബരിമലയിലെ ആചാര ലംഘനത്തിൻ്റെ കൂടെയല്ല, ശബരിമല ഇപ്പോൾ എങ്ങനെയാണോ അതേപോലെ നിലനിൽക്കണമെന്ന് പറയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളുടെ BJPയുടെ ബുദ്ധി ഭയങ്കരമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഞാൻ ചോദിച്ചു നിങ്ങളെന്ന് പറയണ്ട, ഞാൻ BJPക്കാരനല്ല കേട്ടോ. അല്ല, അപ്പോൾ പിന്നെ നിങ്ങൾ BJP അല്ലെന്നൊന്നും പറയണ്ട, നിങ്ങൾ BJPയോട് വലിയ കൂറും അനുഭാവവും സ്നേഹമൊക്കെ ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞു കാര്യം പറ. അല്ല, എന്തൊരു തന്ത്രമാണ്. അതായത് NSSനെയും SNDPയും ഒന്നിക്കുന്നു, എന്നിട്ട് അവർ വന്നിട്ട് സർക്കാരിന് പിന്തുണ കൊടുക്കുന്നു. അങ്ങനെ ഹിന്ദു വോട്ടുകൾ 20% കഴിഞ്ഞ പ്രാവശ്യം BJPയിലേക്ക് ഒഴുകിയെന്നുള്ള ഒരു ആശങ്കയിലിരിക്കുന്ന CPMനെ ഒന്ന് സ്റ്റഡിയാക്കുന്നു. അപ്പുറത്ത് നിങ്ങൾ കണക്ക് കൂട്ടുന്ന അടുത്ത പ്രാവശ്യം ഭരണമെങ്ങാനും UDFന് കിട്ടിയ ജമാഅത്തെ ഇസ്ലാമി, ലീഗ്, വെൽഫെയർ പാർട്ടി ഇവരെല്ലാം കൂടെ ചേർന്ന് കേരളം ഭരിക്കും. അതോടുകൂടി കേരളം ഇനി ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ ഒരു ഇസ്ലാമിക സ്റ്റേറ്റായിട്ട് മാറും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് CPMും BJPയും ആഗ്രഹിക്കുന്ന ഒരേ കാര്യമാണ്. എന്താണ്? കേരളത്തിൽ ഹിന്ദു വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവണം, എന്നിട്ട് UDFൻ്റെ വരവിനെ ചെറുക്കണം. ഇപ്പോൾ അമിത്ഷായുടെ ആഗ്രഹം അതല്ലേ, കോൺഗ്രസ് മുക്ത ഭാരതം. അപ്പോൾ നിങ്ങൾ CPMും BJPയും തമ്മിലൊരു അന്തർധാരയുണ്ടല്ലേ ഹിന്ദു വിഷയത്തിൽ. ആരാണ് വലിയ ഹിന്ദു പാർട്ടി, ആരാണ് വലിയ ഹിന്ദു സംരക്ഷകർ എന്ന തരത്തിലുള്ള ഒരു നീക്കുപോക്കം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ എനിക്കതിന് ഉത്തരം പറയാൻ അറിയില്ല. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചും വ്യക്തിപരമായി ഇപ്പോൾ പ്രിയ എന്നോട് ചോദിക്കുകയാണ് ആരാണ് അടുത്ത പ്രാവശ്യം കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ UDF അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. കാരണം നേരത്തെ പറഞ്ഞതാണ്. കാരണം UDF അധികാരത്തിൽ വന്നാൽ ഒന്നാമത് VD സതീശൻ ഉൾപ്പെടെ സകലരുടെയും പരസ്യമായ മുസ്ലിം പ്രീണനം. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് മുതൽ ജമാഅത്തെ ഇസ്ലാമി മുതൽ സകല ഫണ്ടമെൻ്റലിസ്റ്റുകളും മുസ്ലിം അനുകൂല പാർട്ടികളും ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? UDFൻ്റെ കൂടെ. അപ്പോൾ അവരുടെ അജണ്ടകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്, കർണാടകയിൽ നമ്മൾ കാണുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്റ്റാലിനോട് SDP-യുടെ നേതാവ് പറഞ്ഞു മുഹമ്മദിൻ്റെ വചനങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം. ഉടനെ ഉൾപ്പെടുത്തി. കർണാടകയിൽ ചെയ്യുന്നത് എന്താ? കർണാടകയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ നഗ്നമായ മുസ്ലിം പ്രീണനമാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ കൂടെ അങ്ങനൊരു നിലപാടുണ്ടായാൽ ശരിയാണോ? ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായി. കണ്ണൂരിലെ ഒരു സ്കൂളിൽ എന്തോ ഈ കോലുകളി പോലത്തെ കളി നടക്കുകയാണ്. ഫ്രീ പലസ്തീൻ എന്നുള്ള ഉടുപ്പിട്ടുണ്ട് വിദ്യാർത്ഥികൾ വന്നിട്ട് കോൽകളി. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് CPM ആണ്. അവിടെ പിള്ളേർ വന്നിട്ട് കട്ട പൊങ്ങി കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെ വന്ന് കാട്ടുന്നത് ഇറങ്ങിപ്പോടാ, ഈ പരിപാടി ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊരു സൂചനയാണ്. ഇനി എങ്ങനെ പലസ്തീൻ എന്ന് പറഞ്ഞാൽ, ഗാസയിലെ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ പോകുമെന്ന്, ക്രിസ്ത്യാനിയുടെ വോട്ടും പോകുമെന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കട്ടയം പടം അവരങ്ങ് മടക്കി. ആ കട്ടയം പടം മടക്കുന്നു. അങ്ങനെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടണം, ഒപ്പം ഹിന്ദു വോട്ടുകളും കിട്ടണം. CPM ആഗ്രഹിക്കുന്നു, BJP ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി CPMും BJPയും തമ്മിലൊരു മത്സരം ഉണ്ടാവുമോ? അറിയില്ല. അതോ ഇനി ചിലരൊക്കെ പറയുന്നത് പോലെ BJP
അവരുടെ A, B ക്ലാസ് മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവിടെ ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളിൽ ജയിക്കും. ബാക്കിയുള്ള 140 സീറ്റുകൾ ചുമ്മാ കടന്ന് മത്സരിച്ച് പണവും അധ്വാനവും പാഴാക്കുന്നതിനാണ്. അവിടെയുള്ള പ്രവർത്തകരെ കൂടി ഇപ്പോൾ ഒരു കാരണവശാലും ജയിക്കും. മലപ്പുറത്തെ ഒരു സീറ്റ് BJP ഒരു കാലത്തും ജയിക്കത്തില്ല. അവിടെ കിടന്ന് BJPയുടെ പ്രവർത്തകർ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന് പകരം അവരെ നേമത്തേക്കോ നെയ്യാറ്റിൻകരയിലേക്കോ അവരെ പ്രവർത്തനത്തിന് വേണ്ടി തിരിച്ചു വിട്ടാൽ അത്രയും ആളുകളായി. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഈ ഏറ്റുമാനൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു, വൈക്കം വിശ്വൻ മത്സരിച്ചപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്നുള്ള ആളുകൾ മുഴുവൻ CPMകാർ മുഴുവൻ അവിടെ പോയി പ്രവർത്തിക്കാൻ പോകുമായിരുന്നു, വോട്ട് ചെയ്യാനല്ല, പ്രവർത്തിക്കാൻ. അതുപോലെ BJPക്ക് നല്ല സ്വാധീനക്കുറവുള്ള സ്ഥലങ്ങളിലെ BJP പ്രവർത്തകർ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോയി പണിയെടുത്താൽ കുറച്ചുകൂടെ മിഴിവാർന്ന പ്രവർത്തനം നടത്താൻ പറ്റും. വോട്ടർ പട്ടിക പഠിക്കൽ, വോട്ടാളുകളെ കാണൽ, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ BJP അടുത്ത പ്രാവശ്യം വിജയസാധ്യതയുള്ള സീറ്റുകളിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ഒരു 10-15 സീറ്റുകൾ വിജയിക്കുകയും ചെയ്താൽ UDF അധികാരത്തിൽ വരാതിരുന്നത് നല്ലതല്ലേ? ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. പിന്നെ ചോദിക്കുമ്പോൾ അപ്പോൾ BJPയുടെ മൊത്തം വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ 20% നിന്ന് താഴ്ന്നു പോയാലോ? അപ്പോൾ കണക്കെടുക്കുമ്പോൾ BJP 20% നിന്നുള്ള 10%ആയി. അപ്പോൾ BJPയുടെ വളർച്ച താഴേക്കായെന്ന് പറയും എന്ന് വേണം പറയാം. പക്ഷേ 20% കിട്ടിയിട്ട് വോട്ടിപ്പോൾ എത്രയാണ്? 0ആണ്. വളർച്ച 10. വോട്ടിൻ്റെ ടോട്ടൽ ഷെയർ ഓൾ ഓവർ കേരള ഷെയർ ഒരു 10%ആയി കുറഞ്ഞാലും ഒരു 12 സീറ്റിൽ MLAമാർ ജയിച്ചാലോ? ഏതാ നല്ലത്? എനിക്കറിയില്ല. ഇതൊക്കെ ഒരു വൈൽഡ് ചിന്തകളും ഒരു ആലോചനകളാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം ഈ പെർസെൻറ്റേജിൽ തൂങ്ങി നിന്നിട്ട് പെർസെൻറ്റേജ് കുഴുകി തിന്നാൽ MLA സീറ്റ് കിട്ടത്തില്ല എന്നുള്ള ഒരു തിയറിയൊക്കെ പറയുന്ന ആളെ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും ഒരു വലിയ ഇപ്പം ഞാൻ നോക്കുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒന്നിക്കുന്നുവെങ്കിൽ അത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ഒരു ഗുണം. മന്നത്ത് പത്മനാഭനും R ശങ്കറും കൂടെ ഒരുമിച്ച് രാമലക്ഷ്മണന്മാരെ പോലെ കേരളം മുഴുവൻ ഉഴുതുമറിച്ച് നടന്നൊരു കാലമുണ്ട് ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി. അങ്ങനെ ഇവർ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിന് ഇവരെ ഒരുമിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രിയം പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം. അത് പുത്രവാത്സല്യമാണോ പുത്രീ വാത്സല്യമാണോ എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ABC മലയാളത്തിലൂടെ നമ്മളാണ് ആദ്യം പറഞ്ഞ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരുപാട് വിവരങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ വലിച്ചു വാരി പുറത്തോട്ടിടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ശരിയാണ്. ഒരുപാട് അതുമായിട്ട് കലാകഥകളും ത്രിവിക്രമൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ SIO ASIO മറ്റും ഉണ്ടായിരുന്നു. അയാൾ എടുത്ത ചില നിലപാടുകളുടെ കഥ നമുക്കറിയാം. അയാൾ എങ്ങനെയാണ് സുകുമാരൻ നായരുടെ കുടുംബത്തിന് വേണ്ടി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തറിയാം. രമേശ് ചെന്നിത്തല എങ്ങനെയാണ് ഈ കുടുംബത്തെ സഹായിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ കുടുംബ വിഷയമാണ്. പല രാഷ്ട്രീയ പാർട്ടികളും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ സഹായിക്കും. അതൊന്നുമല്ല ഇതിനകത്തെ പ്രശ്നം. ഇതിനകത്ത് ഒരു ഗുരുതരമായ പ്രശ്നമുള്ളത് ഈ ധനലക്ഷ്മി ബാങ്കിൽ നിയമനം നേടിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ആരോപണ വിധേയനായ ആൾ പ്രീ ഡിഗ്രി പാസ്സായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. പണ്ടൊക്കെ പ്രിയൻ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ ഭോപ്പാൽ HSC എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രി ജയിക്കാത്തവർക്ക് 6 മാസം കൊണ്ട് പ്രീ ഡിഗ്രിക്ക് തുല്യമായിട്ട് പാസ്സാകാം. തത്തുല്യ സർട്ടിഫിക്കറ്റ്. തത്തുല്യ 6 മാസം പഠിച്ചാൽ മതി. 2 വർഷം പ്രീ ഡിഗ്രി അവിടെ പോയി ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ജയിക്കും. അത് എഴുതാൻ വളരെ ഈസിയാണ്. പൈസയൊക്കെ കൊടുത്താൽ പാസ്സായി കിട്ടും. ഭോപ്പാൽ HSC ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെ ഭോപ്പാൽ HSC സർട്ടിഫിക്കറ്റൊക്കെ നേടിയെടുത്ത ആളുകൾ പിന്നീടൊരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി വല്ല സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ധനലക്ഷ്മി ബാങ്കിലെ ഒരു നിയമനം വിവാദത്തിലാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തത് തിരുവല്ലയിലുള്ള ഒരു സർക്കാർ ഡോക്ടറാണ്. ആ ഡോക്ടർ ഇപ്പോൾ പേടിച്ചിട്ട് നിൽക്കുകയാണ്. ഡോക്ടറുടെ വിവരങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ വിഷയം. കേരളത്തിൽ ഞാൻ കണക്കാക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, ഒരു രാഷ്ട്രീയ ധ്രുവീകരണം കേരളത്തിൽ അതിവേഗം നടക്കുന്നുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കൾ CPMും BJPയും ആയിരിക്കുമോ എന്നും വല്ലാതെ ഭയപ്പെടുന്നുണ്ട് സതീശൻ. അതുകൊണ്ടാണ് സതീശൻ ഇപ്പോൾ പറയുന്നത്, സതീശൻ്റെ ഒരു വല്ലാത്തൊരു ന്യായം വന്നേ. അതായത് NSSൻ്റെ നിലപാടൊന്നും മാറിയിട്ടില്ല. NSSൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ NSSൻ്റെ സമദൂരം എന്ന് പറയുന്ന നിലപാട് അപ്പോൾ തന്നെയുണ്ട്. പക്ഷേ ഇത് ശബരിമല വിഷയത്തിലാണ് നിലപാട് മാറിയത്. ശബരിമല വിഷയത്തിൽ സർക്കാരിൻ്റെയും CPMൻ്റെയും നിലപാട് മാറ്റിക്കാൻ NSSനും SNDP യോഗത്തിനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും കഴിയുമെങ്കിൽ അത് വലിയ കാര്യമാണ്. പക്ഷേ നിലപാട് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് അയ്യപ്പ സംഘം നടത്തിക്കൊണ്ട് മാത്രം നിലപാട് മാറുന്നില്ല. അവിടെയാണ് കാതലായ പ്രശ്നം. സുകുമാരൻ നായർക്ക് ആർജവമുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ
കൊടുക്കുന്ന പിന്തുണ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങിയിട്ട് പിണറായി വിജയനും സർക്കാരും നിലപാട് മാറ്റി എന്നു പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ആവശ്യപ്പെടേണ്ടത് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള ആ സത്യവാങ്മൂലം ശബരിമലയിൽ സ്ത്രീകൾക്ക് യുവതികൾക്ക് പ്രവേശനത്തിന് അനുകൂലമായി ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിപ്പിക്കാൻ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും കഴിയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഹിന്ദു സമൂഹം ഇവർ എടുക്കുന്ന നിലപാട് ശരിയാണ്, സത്യസന്ധമാണെന്ന് പറയും. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് കേസുകൾ എടുത്തിട്ടുണ്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടി. ആചാര സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസികളുടെ നിലപാടിനൊപ്പമാണ് ഇപ്പോൾ സർക്കാരെന്ന് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ചേർന്ന് ഈ കേസുകൾ പിൻവലിപ്പിക്കണം. സർക്കാരിന് ചെയ്യാവുന്നേ ഉള്ളൂ. കൊലപാതക കേസല്ല, ബലാത്സംഗ കേസല്ല, ബാക്കി മറ്റ് ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ള കേസല്ല, വഴിതടഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള കേസുകളാണ്. ഈ കേസുകൾ പിൻവലിക്കണം. ഇത് രണ്ടും ചെയ്യാൻ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും തയ്യാറാവുന്നില്ലെങ്കിൽ, അവർക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് മാറി എന്ന് പറയുന്നതിൽ കഴമ്പില്ല എന്ന് കരുതും. പന്തളത്ത് 2 പേര് മരിച്ചിട്ടുണ്ട്. ഇഷ്ടിക കൊണ്ടുള്ള ഏറ്. അതിൽ നായന്മാരും ഉണ്ട്. ഒരാളെങ്കിലും നായരാണെന്ന് എനിക്ക് തോന്നുന്നത്. അതോ 2 പേരോ? അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നായർ സമുദായത്തിൽപ്പെട്ടതാണ് ഒരാളെന്ന് എനിക്കറിയാം. രണ്ടാമത്തെ ആളും അതുതന്നെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഒക്കെയാണ് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങിയത്. അവരെ എന്തെങ്കിലും സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു NSSൻ്റെ ജനറൽ സെക്രട്ടറിയും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ചേർന്ന് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള ആ സത്യവാങ്മൂലം പിൻവലിപ്പിക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആചാര സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ സ്ത്രീ പുരുഷന്മാരടക്കം ആബാലവൃദ്ധം ജനങ്ങളുടെ പേരിൽ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിപ്പിക്കാൻ ഇവർ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് രണ്ടിനും കഴിയുന്നില്ലെങ്കിൽ ഈ 2 പേരും ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനുമായി ഒത്തുതീർപ്പിലെത്തിയത് എന്ന് സംശയിക്കുന്ന ആളുകളുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.